ഓം ശാന്തി. 16/7/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇത് പുരുഷോത്തമരായി മാറാനുള്ള സംഗമയുഗമാണ്. ഇപ്പോൾ ഒരു പാപകർമ്മവും ചെയ്യരുത്. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം ഏതാണ്? ഉത്തരം: സ്വയത്തെ ബാബയെ ഏൽപ്പിക്കുക, അർത്ഥം സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ പുണ്യം. ഇപ്പോൾ നിങ്ങൾ എല്ലാ മമത്വവും ഇല്ലാതാക്കുന്നു. കുട്ടി മക്കളെയും വീടും കുടുംബവുമെല്ലാം മറക്കുകയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ വ്രതം. നിങ്ങൾ മരിക്കുന്നതോടെ ഈ ലോകവും മരിക്കും. ഇപ്പോൾ നിങ്ങൾ വികാരി ബന്ധങ്ങളിൽ നിന്നും മുക്തമാവുകയാണ്. ഗീതം: എന്തുകൊണ്ട് ഈയാമ്പാറ്റകൾ ബലിയാകുന്നില്ല? ഓം ശാന്തി. ഭക്തിമാർഗത്തിൽ ഇങ്ങനെയെല്ലാം ബാബയുടെ മഹിമയാണ് പാടുന്നത്. ഇത് ഈയാമ്പാറ്റകളെക്കുറിച്ച് പ്രകാശത്തിനോടുള്ള മഹിമയാണ്. ബാബ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജീവിച്ചിരിക്കെ ബാബയുടേതായി മാറിക്കൂടാ? ദത്തെടുത്തവരെക്കുറിച്ചാണ് ജീവിച്ചിരിക്കെ എന്ന് പറയുന്നത്. മുൻപ് നിങ്ങൾ ആസുരീയ പരിവാരത്തിലുള്ളവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈശ്വരീയ പരിവാരത്തിലുള്ളവരായി മാറി. ജീവിച്ചിരിക്കെ ഈശ്വരൻ വന്ന് നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. ഇതിനെ ശരണാഗതി എന്ന് പറയുന്നു. അങ്ങയെ ശരണം പ്രാപിച്ചു എന്ന് പാടാറുണ്ടല്ലോ. എപ്പോഴാണോ ബാബ വന്ന് തന്റെ ശക്തി കാണിക്കുന്നത്, അത്ഭുതം കാണിക്കുന്നത്, അപ്പോഴാണ് ശരണം പ്രാപിക്കുന്നത്. ബാബ തന്നെയാണ് സർവശക്തിവാൻ. ബാബയുടെ ആകർഷണമുണ്ടല്ലോ, എല്ലാത്തിൽ നിന്നും മുക്തമാക്കുന്നു. ബാബയുടെ മക്കളായി മാറുന്നവർക്ക് ആസുരീയ സമ്പ്രദായത്തിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവർ പറയുന്നു, ബാബ എപ്പോഴാണ് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നത്? ഇപ്പോൾ പഴയ ബന്ധങ്ങളെയെല്ലാം മറക്കണം. ആത്മാവ് ദേഹത്തിൽ നിന്ന് വേറിടുമ്പോൾ ബന്ധനങ്ങളെല്ലാം ഇല്ലാതാകുന്നു. ഈ സമയം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും മരണമുണ്ട്. മാത്രമല്ല, ഈ ലോകത്തിലെ ബന്ധനങ്ങളെല്ലാം വികാരിയാണ്. കുട്ടികൾ ഇപ്പോൾ നിർവികാരിയായ ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. നിർവികാരി സംബന്ധമായിരുന്ന നമ്മളുടേത് ഇപ്പോൾ വികാരി സംബന്ധമായി മാറി. വീണ്ടും നിർവികാരി സംബന്ധമായി മാറും. ഈ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിൽ ഉണ്ടാവില്ല. നമ്മൾ ആസുരീയ ബന്ധനത്തിൽ നിന്നും മുക്തമാകാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നതെന്ന് കുട്ടികൾക്കറിയാം. ഒരു ബാബയോടാണ് യോഗം വയ്ക്കുന്നത്. ഒരു വശത്ത് രാവണനും മറുവശത്ത് രാമനും. ഈ കാര്യങ്ങളൊന്നും ലോകത്തിലുള്ളവർക്ക് അറിയില്ല. രാമരാജ്യം വേണമെന്ന് പറയുന്നു. എന്നാൽ മുഴുവൻ ലോകവും രാവണ രാജ്യത്തിലാണെന്ന് ആർക്കും അറിയില്ല. രാമരാജ്യത്തിൽ പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇല്ല. പക്ഷെ പറയുന്നവരൊന്നും അനുഭവം ചെയ്യുന്നില്ല. ആത്മാക്കളെല്ലാം സീതമാരാണെന്ന് പറയാറുണ്ട്. ഒരു സീതയുടെ കാര്യമല്ല, ഒരു അർജുനന്റെയും ഒരു ദ്രൗപദിയുടെയും കാര്യമല്ല. ഇതെല്ലാം അനേകരുടെ കാര്യമാണ്. എന്നാൽ ഒരാളുടെ ഉദാഹരണമാണ് നൽകുന്നത്. നിങ്ങളെല്ലാവരും അർജുനന് സമാനമാണ് എന്ന് പറയാറുണ്ട്. ഈ ഭാഗ്യശാലി രഥമാണ് അർജുനൻ എന്ന് നിങ്ങൾ പറയും. ബാബ പറയുന്നു, ഞാൻ സാധാരണ വൃദ്ധ ശരീരമാകുന്ന ഈ രഥമാണ് സ്വീകരിക്കുന്നത്. മനുഷ്യർ ചിത്രങ്ങളിൽ കുതിരവണ്ടിയെല്ലാം കാണിച്ചിരിക്കുന്നു. ഇതിനെയാണ് അജ്ഞത എന്ന് പറയുന്നത്. ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലെയാണ് എന്ന് കുട്ടികൾ പറയുന്നു. ഈ കാര്യങ്ങൾ 7 ദിവസത്തെ കോഴ്സ് കേൾക്കാതെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തി വേറെയാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യമെന്നാണ് പറയുന്നത്. സന്യാസിമാർ
ആദ്യം കാടുകളിൽ താമസിച്ചതിനു ശേഷം പട്ടണങ്ങളിൽ വന്ന് താമസിക്കുന്നു. നമ്മൾ വീടെല്ലാം ഉപേക്ഷിച്ചു എന്ന് മാത്രം പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് മുഴുവൻ പഴയ ലോകത്തിനോടുമുള്ള വൈരാഗ്യമാണ്. ഇതാണ് യഥാർത്ഥ കാര്യം. മറ്റേതെല്ലാം പരിധിയുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരെ ഹഠയോഗികളെന്നും പരിധിയുള്ള വൈരാഗ്യമുള്ളവരെന്നും പറയുന്നു. ഈ പഴയ ലോകം ഇപ്പോൾ ഇല്ലാതാകണമെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. അതിനാൽ തീർച്ചയായും ഈ ലോകത്തോട് വൈരാഗ്യം വരണം. ബുദ്ധിയും പറയുന്നു, പുതിയ കെട്ടിടമുണ്ടാക്കുമ്പോൾ പഴയതിനെ പൊളിച്ചു കളയണം. ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. കലിയുഗത്തിനു ശേഷം തീർച്ചയായും സത്യയുഗം വരും. ഇപ്പോൾ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. പുരുഷോത്തമ മാസവുമുണ്ട്. നിങ്ങളുടേത് പുരുഷോത്തമ യുഗമാണ്. പുരുഷോത്തമ മാസത്തിൽ ദാനപുണ്യങ്ങളെല്ലാം ചെയ്യുന്നു. നിങ്ങൾ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എല്ലാം സ്വാഹ ചെയ്യുന്നു. ഈ മുഴുവൻ ലോകവും സ്വാഹ ആകണം എന്നറിയാം. അതിനാൽ ഈ മുഴുവൻ ലോകവും സ്വാഹ ആകുന്നതിന് മുൻപ് എന്തുകൊണ്ട് സ്വയത്തെ തന്നെ സ്വാഹ ചെയ്തുകൂടാ? അതിനുള്ള പുണ്യം നിങ്ങൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? ലോകത്തിൽ പരിധിയുള്ള പുരുഷോത്തമ മാസമാണ്. എന്നാൽ ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പുരുഷോത്തമ മാസത്തിൽ ഒരുപാട് കഥകളെല്ലാം കേൾക്കുന്നു. വ്രതവും നിയമവുമെല്ലാം വയ്ക്കുന്നു. നിങ്ങളുടേത് വളരെ വലിയ വ്രതമാണ്. നിങ്ങൾക്ക് കുട്ടികളും വീടും കുടുംബവുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഹൃദയത്തിൽ നിന്ന് മമത്വം ഇല്ലാതെയായി. നിങ്ങൾ മരിച്ചാൽ ഈ ലോകവും മരിച്ചു. ഇതെല്ലാം ഇല്ലാതാകുമെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ബാബയുടേതായി മാറിയിരിക്കുന്നത് പുരുഷോത്തമരായി മാറുന്നതിനാണ്. എല്ലാ പുരുഷന്മാരിലും വെച്ച്, അതായത് മനുഷ്യരിൽ ഉത്തമരായ പുരുഷൻ ലക്ഷ്മി നാരായണനാണ് മുന്നിൽ നിൽക്കുന്നത്. ലക്ഷ്മി നാരായണനേക്കാൾ ഉത്തമരായി ഒരു മനുഷ്യരുമില്ല. ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. നിങ്ങളും ലക്ഷ്മി നാരായണനെ പോലെ പുരുഷോത്തമരായി മാറാനാണ് വന്നിരിക്കുന്നത്. എല്ലാ മനുഷ്യരും സദ്ഗതി പ്രാപിക്കുന്നു. മനുഷ്യരുടെ ആത്മാവ് പുരുഷോത്തമമായി മാറുമ്പോൾ പിന്നെ അവർ വസിക്കുന്ന സ്ഥാനവും ഉത്തമമായിരിക്കണം. പ്രസിഡന്റ് ഉയർന്ന പദവിയിലായതുകൊണ്ടാണ് അവർക്ക് താമസിക്കാൻ രാഷ്ട്രപതി ഭവനം ലഭിച്ചിരിക്കുന്നത്. എത്ര വലിയ കൊട്ടാരവും പൂന്തോട്ടവുമാണ്. ഇത് ഈ ലോകത്തിന്റെ കാര്യമാണ്. രാമരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കാണ് അറിയുന്നത്. നിങ്ങൾ സത്യുഗി പുരുഷോത്തമരായി മാറിയാൽ പിന്നെ ഈ കലിയുഗി പുരുഷോത്തമന്മാരുണ്ടാവില്ല. നിങ്ങൾ സത്യുഗി പുരുഷോത്തമരായി മാറാനാണ് പ്രയത്നിക്കുന്നത്. നമ്മുടെ കൊട്ടാരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. നാളെ വരുന്ന രാമരാജ്യത്തിൽ നിങ്ങളാണ് പുരുഷോത്തമരായി മാറുന്നത്. നമ്മൾ രാവണ രാജ്യത്തിനു പകരം രാമരാജ്യം സ്ഥാപിക്കുമെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിച്ചു എങ്കിൽ മറ്റുള്ളവരെ കൂടി ഭാവി 21 ജന്മത്തേക്ക് വേണ്ടി പുരുഷോത്തമരാക്കി മാറ്റണം. ദേവതകളുടെ മഹിമയാണ് സർവഗുണ സമ്പന്നനെന്നും അഹിംസ പരമമായ ദേവീ ദേവതാ ധർമ്മം എന്നതും നിങ്ങൾക്കല്ലാതെ മറ്റൊരു മനുഷ്യർക്കും അറിയില്ല. നിങ്ങൾ അടുത്ത ജന്മത്തിൽ പുരുഷോത്തമരായി മാറും. അപ്പോൾ ഈ രാവണ രാജ്യത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഇപ്പോൾ ഈ രാവണ രാജ്യം ഇല്ലാതാകണം. ഇന്നത്തെ കാലത്ത് സമയത്തെയും വിശ്വസിക്കാൻ സാധിക്കില്ല. അകാല മരണങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഥവാ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ വധിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ആർക്കും വധിക്കാൻ സാധിക്കില്ല. നിങ്ങൾ അവിനാശിയായ പുരുഷോത്തമരാണ്. മറ്റുള്ളവരും രാവണ രാജ്യത്തിൽ
വിനാശി പുരുഷോത്തമരാണ്. മനുഷ്യർക്കൊന്നും നിങ്ങളുടെ ദൈവിക രാജ്യത്തെക്കുറിച്ച് അറിയില്ല. നമ്മൾ നമ്മുടെ ദൈവിക സ്വരാജ്യം ശ്രീമതമനുസരിച്ച് സ്ഥാപിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. നല്ല കർത്തവ്യം ചെയ്തു പോയവരുടെയാണ് പൂജയുണ്ടാകുന്നത്. ഇത് നിങ്ങൾക്കറിയാം. ജഗദംബയ്ക്ക് എത്ര പൂജയാണുള്ളത് എന്ന് നോക്കൂ. ജഗദംബ ജ്ഞാനജ്ഞാനേശ്വരിയാണ്. നിങ്ങൾ ജഗദംബയുടെ കുട്ടികൾ ജ്ഞാനജ്ഞാനേശ്വരിയും രാജരാജേശ്വരിയുമാണ്. രണ്ടു പേരിലും ഉത്തമം ആരാണ്? ജ്ഞാനജ്ഞാനേശ്വരിയുടെ അടുത്ത് ചെന്ന് ഒരുപാട് പ്രകാരത്തിലുള്ള മനോകാമനകളെല്ലാം കേൾപ്പിക്കുന്നു. ഒരുപാട് സാധനങ്ങൾ ആവശ്യപ്പെടുന്നു. ജഗദംബയുടെ ക്ഷേത്രവും ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജഗദംബയുടെ ക്ഷേത്രം വളരെ ചെറുതാണ്. ചെറിയ സ്ഥലത്തുള്ള തിരക്ക് മനുഷ്യർക്കിഷ്ടമാണ്. ശ്രീനാഥ ക്ഷേത്രത്തിലും ഒരുപാട് തിരക്കുണ്ട്. തുണി കൊണ്ടുള്ള വടം കെട്ടിയാണ് തിരക്ക് മാറ്റി നിർത്തുന്നത്. കൊൽക്കത്തയിൽ കാളിയുടെ ക്ഷേത്രം എത്ര ചെറുതാണ്. ക്ഷേത്രത്തിന്റെ അകത്ത് ഒരുപാട് എണ്ണയും വെള്ളവുമുണ്ട്. ഉള്ളിലേക്ക് വളരെ ശ്രദ്ധിച്ചു പോകണം. ഒരുപാട് തിരക്കാണ്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രം വളരെ വലുതായിരിക്കും. ജഗദംബയുടെ ക്ഷേത്രം എന്തുകൊണ്ടാണ് ചെറുത്? ദരിദ്രമല്ലേ? അതിനാൽ ക്ഷേത്രവും ദരിദ്രമായിട്ടാണ്. എന്നാൽ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രം ധനവാന്റെയാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരിക്കലും മേളയൊന്നും ഉണ്ടാകാറില്ല. ജഗദംബയുടെ ക്ഷേത്രത്തിൽ ഒരുപാട് മേള ഉണ്ടാകാറുണ്ട്. വിദേശത്തു നിന്നും ഒരുപാട് മനുഷ്യർ വരുന്നു. മഹാലക്ഷ്മിയുടെ ക്ഷേത്രവുമുണ്ട്. നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ ലക്ഷ്മിയും നാരായണനും ഉണ്ടെന്ന്. മഹാലക്ഷ്മിയോട് ധനം മാത്രമാണ് യാചിക്കുന്നത്. കാരണം അവർ സ്വയം ധനവാനായി മാറിയല്ലോ. ഇവിടെ അവിനാശിയായ ജ്ഞാനധനമാണ്. ധനത്തിനു വേണ്ടിയാണ് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുന്നത്. പിന്നീട് ഒരുപാട് ആശകളെല്ലാം വെച്ചാണ് ജഗദംബയുടെ അടുത്തേക്ക് പോകുന്നത്. നിങ്ങൾ ജഗദംബയുടെ കുട്ടികളാണ്. എല്ലാവരുടെയും മനോകാമനകൾ 21 ജന്മത്തേക്ക് വേണ്ടി പൂർത്തിയാക്കുന്നു. ഒരേ ഒരു മഹാമന്ത്രത്തിലൂടെയാണ് എല്ലാ മനോകാമനകളും 21 ജന്മത്തേക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെടുന്നത്. മറ്റുള്ളവർ നൽകുന്ന മന്ത്രത്തിലൊന്നും ഒരർത്ഥവുമില്ല. നിങ്ങൾ പതീതമായതുകൊണ്ടാണ് ബാബ നിങ്ങൾക്ക് മന്ത്രം നൽകുന്നത്. ബാബയെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ പാവനമായി മാറുകയുള്ളൂ. ആത്മാക്കളോട് ഇതെല്ലാം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല. ഈ സഹജമായ രാജയോഗം ഒരു ബാബയാണ് പഠിപ്പിക്കുന്നതെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുകയാണ്. ബാബയാണ് മന്ത്രവും നൽകുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപും മന്ത്രം നൽകിയിരുന്നു. ഈ സ്മൃതി വന്നുകഴിഞ്ഞു. നിങ്ങളിപ്പോൾ ബാബയുടെ സന്മുഖത്ത് ഇരിക്കുകയാണ്. ക്രിസ്തു വന്നു പോയതിനു ശേഷം ക്രിസ്തുവിന്റെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു എന്താണ് ചെയ്തിട്ട് പോയത്? ധർമ്മത്തിന്റെ സ്ഥാപനയാണ് ചെയ്തത്. ശിവബാബ എന്താണ് ചെയ്തിട്ട് പോയതെന്നും കൃഷ്ണൻ എന്താണ് ചെയ്തിട്ട് പോയതെന്നും നിങ്ങൾക്കറിയാം. സത്യുഗത്തിന്റെ രാജകുമാരനായിരുന്ന കൃഷ്ണനാണ് നാരായണനായി മാറിയത്. പിന്നീട് പുനർജന്മങ്ങൾ എടുത്തു വന്നു. ശിവബാബ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണ് ബാബയുടെ പൂജയെല്ലാം ഉണ്ടാകുന്നത്. രാജയോഗം പഠിപ്പിച്ച് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിയാണ് ബാബ പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ സ്വർഗത്തിന്റെ ആദ്യ അധികാരിയായി മാറിയത് ശ്രീകൃഷ്ണനാണ്, അല്ലാതെ ശിവബാബയല്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായും കൃഷ്ണന്റെ ആത്മാവിനെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ കൃഷ്ണന്റെ വംശാവലികളാണ് ഇവിടെ ഇരിക്കുന്നത്. രാജാവിനെയും റാണിയെയും മാതാപിതാവെന്നും
അന്നദാതാവെന്നും പറയുന്നു. രാജസ്ഥാനിലും രാജാവിനെ അന്നദാതാവെന്നാണ് പറയുന്നത്. രാജാക്കന്മാർക്ക് എത്ര അംഗീകാരമാണ് ഉള്ളത്! മുൻപെല്ലാം പരാതികൾ രാജാക്കന്മാരുടെ അടുത്താണ് വന്നിരുന്നത്. സഭ വിളിച്ചു കൂട്ടുമായിരുന്നു. തെറ്റെന്തെങ്കിലും ചെയ്താൽ ഒരുപാട് പശ്ചാത്തപിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ജയിൽ പുള്ളികളായി ഒരുപാട് പേരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ഗർഭ ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗർഭ കൊട്ടാരത്തിലേക്കാണ് പോകേണ്ടത്. അതിനാൽ ബാബയെ ഓർമ്മിച്ചാൽ വികർമ്മം വിനാശമാകും. പിന്നീട് ഒരിക്കലും ഗർഭ ജയിലിലേക്ക് പോകില്ല. സത്യുഗത്തിൽ പാപങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എല്ലാവരും ഗർഭ കൊട്ടാരത്തിലായിരിക്കും. പക്ഷെ കുറഞ്ഞ പുരുഷാർത്ഥം കാരണം കുറഞ്ഞ പദവിയാണ് ലഭിക്കുക. ഉയർന്ന പദവിയിലുള്ളവർക്ക് ഒരുപാട് സുഖമുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ 5 വർഷത്തേക്ക് വേണ്ടിയാണ് ഗവർണറെയും പ്രസിഡന്റിനെയുമെല്ലാം നിയോഗിക്കുന്നത്. ഭാരതമാണ് ദൈവിക രാജസ്ഥാനായി മാറുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ രാജസ്ഥാനുമില്ല, രാജാവും റാണിയും ഇല്ല. മുൻപ് ആരെങ്കിലും ഗവൺമെന്റിന് പൈസ കൊടുക്കുമ്പോൾ അവർക്ക് രാജാവിന്റെയും റാണിയുടെയും ടൈറ്റിൽ ലഭിച്ചിരുന്നു. നിങ്ങൾക്കിവിടെ പഠിപ്പാണ്. രാജാവും റാണിയുമെന്നും പഠിപ്പിലൂടെയല്ല ആയി മാറുന്നത്. ഈ പഠിപ്പിലൂടെ നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾ വിശ്വത്തിലെ മഹാരാജാവും മഹാറാണിയുമായി മാറുന്നു. രാജാവും റാണിയുമല്ല. രാജാവിന്റെയും റാണിയുടെയും ടൈറ്റിൽ ത്രേതായുഗത്തിലാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനേശ്വരിയായി മാറുന്നു. പിന്നീട് നിങ്ങൾ രാജരാജേശ്വരിയായി മാറും. ആരാണ് ആക്കി മാറ്റുന്നത്? ഈശ്വരൻ. എങ്ങനെ? രാജയോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും. രാജ്യപദവിക്ക് വേണ്ടി ബാബയെ ഓർമ്മിക്കണം. ബാബ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു എന്ന കാര്യം സഹജമല്ലേ? സ്വർഗം സ്ഥാപിക്കുന്നത് ഈശ്വരനാകുന്ന പിതാവാണ്. സ്വർഗത്തിൽ പോയി സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യില്ല. ദേവീ ദേവതകൾക്ക് സംഗമയുഗത്തിലാണ് പദവി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സംഗമയുഗത്തെ അതിമനോഹരമായ മംഗളകാരിയായ സംഗമയുഗമെന്ന് പറയുന്നത്. ബാബ സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്ന കുട്ടികളുടെ മംഗളം എത്രയാണ് ചെയ്യുന്നത്? പരമപിത പരമാത്മാവ് പുതിയ ലോകം രചിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നത് ആരാണെന്ന് അറിയില്ല. രാമരാജ്യമെന്ന് എന്തിനെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യർ രാമരാജ്യത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് കാണിച്ചിരിക്കുന്നു. കലിയുഗത്തിന് 40,000 വർഷങ്ങളുണ്ടെന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ സംഗമയുഗത്തിൽ വന്ന് ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരി സ്ഥാപിക്കുന്നു. ഇതാണ് സത്യനാരായണന്റെ കഥ. മനുഷ്യർ വായിക്കുന്ന ശാസ്ത്രങ്ങളുടെ കഥയിൽ നിന്നൊന്നും ചക്രവർത്തി പദവി ലഭിക്കില്ല. മനുഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വൃക്ഷം തീർച്ചയായും പഴയതാവുക തന്നെ ചെയ്യും. വൃദ്ധി പ്രാപിച്ച് പഴയതാവുകയും ചെയ്യും. സത്യുഗത്തിൽ നിങ്ങൾ ലക്ഷ്മി നാരായണന്മാർ സർവഗുണ സമ്പന്നരായി മാറുന്നു. പിന്നീട് കലകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്ഥാപനയുണ്ടാകുമ്പോഴാണ് പുതിയ വൃക്ഷമെന്ന് പറയുന്നത്. പുതിയ കെട്ടിടമുണ്ടാക്കിയാൽ പുതിയതെന്നാണ് പറയുക. നിങ്ങളും സത്യുഗത്തിൽ വരുമ്പോൾ പുതിയ രാജധാനിയായിരിക്കും. പിന്നീട് കലകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് സ്ഥാപന ഉണ്ടാകുന്നത്. ഈ അത്ഭുതകരമായ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിലില്ല. അതിനാൽ ബാബ മനസ്സിലാക്കി തന്നു, എല്ലാ ആത്മാക്കൾക്കും പുരുഷോത്തമരായി മാറാനുള്ള യുഗമാണ് സംഗമയുഗം. ജീവൻ മുക്തിയെയാണ് പുരുഷോത്തമമെന്ന് പറയുന്നത്.
ജീവൻ ബന്ധനത്തെ പുരുഷോത്തമമെന്ന് പറയാൻ സാധിക്കില്ല. ഈ സമയം എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. ബാബ വന്നാണ് എല്ലാവരെയും ജീവൻ മുക്തമാക്കുന്നത്. പകുതി കൽപ്പത്തിലേക്ക് നിങ്ങൾ ജീവൻ മുക്തരായിരിക്കും. പിന്നീട് ജീവൻ ബന്ധനത്തിലായിരിക്കും. ഇത് നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വ്രത നിയമം എന്താണ്? ബാബ വന്നാണ് വ്രതം പറഞ്ഞു തരുന്നത്. അല്ലാതെ കഴിക്കുന്നതിൻ്റെ കുടിക്കുന്നതിൻ്റെ കാര്യമല്ല. എല്ലാം ചെയ്തുകൊണ്ടും ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് പവിത്രമായി മാറൂ. പുരുഷോത്തമ മാസത്തിൽ ഒരുപാട് പേർ പവിത്രമായി കഴിയാറുണ്ട്. വാസ്തവത്തിൽ ഈ പുരുഷോത്തമ യുഗത്തിന് അംഗീകാരമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് എത്ര സന്തോഷവും ലഹരിയും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു പാപകർമ്മവും ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ പുരുഷോത്തമരായി മാറുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പുരുഷോത്തമ യുഗത്തിൽ ജീവൻ മുക്തമായി മാറുന്നതിന് പുണ്യകർമ്മങ്ങൾ ചെയ്യണം. തീർച്ചയായും പവിത്രമായി മാറണം. ഗൃഹസ്ഥത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് മമത്വം ഇല്ലാതാക്കണം. 2. ശ്രീമതമനുസരിച്ച് തന്റെ ശരീരം മനസ്സ് ധനത്തിലൂടെ ദൈവിക രാജ്യം സ്ഥാപിക്കണം. പുരുഷോത്തമരാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. വരദാനം: സഹയോഗത്തിലൂടെ സ്വയത്തെ സഹജയോഗിയാക്കി മാറ്റുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാബയുടെ സഹയോഗിയാകുക. ഇതുതന്നെയാണ് സഹജയോഗിയാകുന്നതിനുള്ള വിധി. ആരുടെയാണോ ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ബാബയുടെ അഥവാ സ്വയത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാപനയുടെ കർത്തവ്യത്തിൽ സഹയോഗിയാകുന്നത്, അവരെ ജ്ഞാനി, യോഗി തു ആത്മാ, നിരന്തര സത്യമായ സേവാധാരി എന്ന് പറയുന്നത്. മനസ്സ അല്ലെങ്കിൽ ശരീരം മുഖേന, ശരീരത്തിലൂടെ അല്ലെങ്കിൽ ധനത്തിലൂടെ, ധനം കൊണ്ടുമല്ലെങ്കിൽ ഏതിൽ സഹയോഗിയാകാമോ അതിൽ സഹയോഗിയാകൂ. എങ്കിൽ ഇതും യോഗമാണ്. ബാബയുടേതാണോ എങ്കിൽ ബാബയും താങ്കളും, മൂന്നാമതൊരാള് ഇല്ല. ഇതിലൂടെ നിരന്തര യോഗിയായി മാറും. സ്ലോഗൻ: സംഗമത്തിൽ സഹിക്കുക അർത്ഥം മരിക്കുക തന്നെയാണ്, സ്വർഗം പ്രാപ്തമാക്കുക. അവ്യക്ത സൂചന: ജ്വാല സ്വരൂപസ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. സമയമനുസരിച്ച് മനസ്സിൻ്റെ സംബന്ധ സമ്പർക്കത്തിൻ്റെ എന്തു തന്നെ കർമ്മക്കണക്കുകൾ അവശേഷിച്ചിട്ടുണ്ടോ അവയെ ജ്വാല സ്വരൂപ ഓർമ്മയിലൂടെ ഭസ്മമാക്കൂ. ലഹരിയുണ്ട്, ഇക്കാര്യത്തിൽ ബാബ്ദാദയും പാസാക്കുന്നു. പക്ഷേ ഇപ്പോൾ ലഹരിയെ അഗ്നി രൂപത്തിൽ കൊണ്ടുവരൂ. വിശ്വത്തിൽ നാനാഭാഗത്തും ഭ്രഷ്ടാചാരത്തിൻ്റെയും അത്യാചാരത്തിൻ്റെയും അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ കുട്ടികളുടെ യോഗാഗ്നിയിലൂടെ, ജ്വാലാസ്വരൂപ ഓർമ്മയിലൂടെ സമാപ്തമാകും. ഓം ശാന്തി.